ഹലോ, ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. എനിക്കിന്ന് ജോലിയുള്ള ദിവസമാണ്. അപ്പോൾ ജോലിക്ക് പോകണം. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിങ്ങനെ വീട്ടിൽ പോകണം എന്നൊരു ഫീലിലൂടെയാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇന്ന് എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻ്റ് ആണ്. ഒരു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന മൊമെൻ്റാണ് അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് അടിച്ച് പൊളിക്കണം എന്നൊക്കെ. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റിയില്ല. അതിന് വിഷമം എനിക്ക് രാവിലെ തൊട്ടുണ്ട്. പക്ഷേ ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ടും പിന്നെ എന്താ പറയുക, ഇതങ്ങനെ പോയല്ലേ പറ്റുള്ളൂ. ലൈക്ക് സിറ്റുവേഷൻസ് അതായിരുന്നു, നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനടുത്ത് പോകുന്ന വഴിക്കും അച്ഛനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമായിരുന്നു. ഞാൻ അച്ഛനും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടോ. ഞാൻ ഇങ്ങനെ ഡെയിലി അച്ഛനെ വിളിക്കുന്ന ഒരാളെ, ലൈക്ക് എപ്പോഴൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയാലും ഞാൻ വിളിക്കും. അച്ഛനാണ് എന്നെ എപ്പോഴും വിളിക്കും. അങ്ങനെ ഫുൾ ടൈം സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി അച്ഛനാണ് എനിക്ക് കിട്ടിയത്. അപ്പം അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെയായിരിക്കുന്നൊക്കെ ഇനി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ആളാണ്. കാരണം അച്ഛൻ പോലീസിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ അധികം ഹോളിഡേയ്സ് അങ്ങനെയൊന്നും കിട്ടാറില്ല. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ അനിയനൊക്കെ മറ്റേ 2 months വെക്കേഷൻ ടൈമില്ലേ, ആ ടൈമിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ അവർക്കൊക്കെ കുറേ നാളത്തേക്ക് ലീവ്സ് കിട്ടില്ല അച്ഛനും അമ്മയ്ക്കൊക്കെ ആയിട്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വെക്കേഷൻസിന് പോകുമ്പോൾ ഞാനിങ്ങനെ അച്ഛനെയും കൊണ്ട് പോകാനാണെങ്കിൽ കുറച്ചുകൂടി താല്പര്യം. തീക്ക് അച്ഛയടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ പറയും ലീവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് തല്ലുണ്ടാക്കിയിട്ടുണ്ട്. ആ അച്ഛൻ ഇനി റിട്ടയർമെൻറ്റിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എൻ്റെ അച്ഛൻ അടിപൊളിയാണ്, അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫ് ആയിരിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അപ്പോൾ ഓക്കെ അച്ഛാ, ഈ വീഡിയോ അച്ഛയ്ക്ക് സ്പെഷ്യലായിട്ട് വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആയിരിക്കും. ഇതിനകത്ത് ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് പറയണ്ടേ എന്നൊന്നും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അച്ഛയുടെ മോളായത് ഞാൻ ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അച്ഛനെയാണ്. സൂൺ ഞാൻ നാട്ടിൽ വരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ഓക്കെ, ഞാൻ ഇവിടെ എത്തി എന്തായാലും. അപ്പോൾ ഓക്കെ, ബൈ.